ഉത്തരാഖണ്ഡ് ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായ 67 പേരെ മരിച്ചതായി പ്രഖ്യാപിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദുരന്തമുണ്ടായി 52 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ലഭിക്കാത്തതോടെയാണ് തീരുമാനം. ബന്ധുക്കളുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് നടപടി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അജീഷ്, ധാരാലിയിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായ 67 പേർ അവരെ മരിച്ചതായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു അതിനൊരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചതായി പ്രഖ്യാപിക്കാമെന്നാണല്ലോ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സാധാരണ 7 വർഷം കഴിഞ്ഞിട്ടും കാണാതായവരെ, അത് കണ്ടുകിട്ടാത്തവരെയാണ് സാധാരണ മരിച്ചതായി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ഈ കാണാതായവരുടെ കുടുംബാംഗങ്ങളും അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഇങ്ങനെ ഈ മരിച്ചതായി 67 പേർ മരിച്ചതായിട്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. കൂടാതെ ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയും അതിന് അനുമതി നൽകുകയായിരുന്നു. ഓഗസ്റ്റ് 5-നാണ് ഈ ധരാലിയിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത്. അന്ന് 5 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടു പോവുകയും കാണാതാവുകയും ചെയ്തിരുന്നു. 52 ദിവസം തെരച്ചിൽ നടത്തിയിട്ടും അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല നിരവധി പേരുടെ വീടുകളും അവരുടെ ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു. 5 ലക്ഷം രൂപയുടെ ധനസഹായമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ ധനസഹായം കിട്ടില്ലായിരുന്നു. സോ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയത്. ഈ ജനന മരണ നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.